അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൊല്ലം ജില്ലയിലെ പുത്തൻകുളം എന്ന സ്ഥലത്തുണ്ടായത്. ഒരമ്മയും മകനും തീപ്പൊള്ളലേറ്റു മരണപ്പെട്ടു. 96 വയസ്സുള്ള തങ്കമ്മ, മകൻ ശിവദാസൻ എന്നിവരാണ് മരിച്ചത്. ചില കുടുംബ പ്രശ്നങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ തർക്കവും പ്രശ്നങ്ങളുമൊക്കെയാണ് ഇരുവരുടെയും മരണത്തിന് കാരണം. വാർദ്ധക്യമെത്തിയ അമ്മയെ കൊലപ്പെടുത്താനായി മകൻ പെട്രോളുമായി എത്തി. അമ്മ കിടക്കുന്ന ഭാഗത്ത് പെട്രോൾ ഒഴിച്ചു തീ കൊളുത്തി. എന്നാൽ തീ ആളിപ്പടർന്നു. ആ തീ മകനിലും ബാധിച്ചു. റൂമുകളെല്ലാം പൂട്ടിയിട്ടിരുന്നതുകൊണ്ടും പുക നിറഞ്ഞതുകൊണ്ടും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനും മകനും കഴിഞ്ഞില്ല. ഒടുവിൽ 2 പേരും ഇവര് ഇവിടെ അധികകാലമായില്ല, 1 കൊല്ലത്തോളായതേ ഉള്ളൂ ഇവിടെ വീടൊക്കെ വെച്ച് താമസം തുടങ്ങിയിട്ട്. ഇത് ഈ മരിച്ച കക്ഷിയുടെ ഇവിടെ താമസിക്കുന്നവരുടെ അമ്മയും സഹോദരനുമാണ് മരിച്ചത്. അതായത് അമ്മയ്ക്ക് INA പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഇതിനെ ചൊല്ലി ഈ മകൻ, അതായത് 98 വയസ്സുള്ള അമ്മയാണ്, 78 വയസ്സുള്ള മകനാണ്. അപ്പം ഇതിനെ ചൊല്ലി പെൻഷനെ ചൊല്ലി അവരിവിടെ നിരന്തരം ചെറിയ കശപിശ ഉണ്ടാകാറുണ്ടെന്ന് ഇവിടെ താമസിക്കുന്ന ഇയാളുടെ സഹോദരി പറയാറുണ്ട്. അപ്പം അതിനെ ചൊല്ലി ആയിരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേ എന്തോ പെട്രോളോ മണ്ണെണ്ണയോ എന്തോ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് അമ്മയുടെ അമ്മ കിടപ്പ് ആണ്, 98 വയസ്സുള്ള അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ഇതിനകത്ത് ബെഡ്റൂമിനകത്ത് ഈ പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. കത്തിച്ച് അതിനകം മൊത്തം കത്തി നശിച്ച് പിന്നെ ഇദ്ദേഹം, അമ്മ ബെഡിൽ തന്നെ മരിച്ചു. ഇദ്ദേഹം ഹാളിനകത്ത് ബോഡി കിടക്കുകയായിരുന്നു. അങ്ങനെ പൊള്ളല്, അത്യാവശ്യം പൊള്ളലുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഞാനും ബോഡി കണ്ടായിരുന്നു, കമന്ന് കിടക്കുകയായിരുന്നു. അറിയാൻ കഴിഞ്ഞത് പിന്നെ സഹോദരി ഇത് പോത്തിനെ കെട്ടാൻ വേണ്ട വെളിയിലോട്ട് പോയ സമയത്തായിരുന്നു ഇത് സംഭവിച്ചത്. ഒരു എത്ര മണിയായി, ഒരു 3:30, 3:45 ആ സമയങ്ങളിലായിരുന്നു